വെൽക്കം ടു ബി ഹാപ്പി. ഇറ്റ്സ് മീ ആൽഫിൻ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് വെബ്സൈറ്റുകളെയൊക്കെ സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും സാധിക്കുക എന്നതാണ്. ഇപ്പോൾ നമ്മൾക്കറിയാം പല വെബ്സൈറ്റുകളിലും കുഞ്ഞു അക്ഷരങ്ങളൊക്കെയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വായിക്കാൻ പല വെബ്സൈറ്റും വായിക്കാനൊന്നും നമ്മൾക്ക് സാധിക്കത്തില്ല. അത് മാത്രമല്ല, ഇപ്പോൾ കാഴ്ചയ്ക്ക് പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതാണ്. അതായത് നമ്മൾക്ക് നമ്മളുടെ വെബ്സൈറ്റിനകത്തെ ടെക്സ്റ്റിനെ ഒക്കെ നമ്മൾക്ക് സൂം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഈ ഒരു ഫീച്ചർ കാണിക്കുവാനായിട്ട് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് വിക്കിപീഡിയ ആണ്. ഇത് നമ്മളുടെ ഒന്നാമത്തെ എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മൾക്ക് ഈ ഒരു പേജ് സൂം ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾക്ക് സൂം എന്ന് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് അതിന്റെ തൊട്ടിപ്പുറത്ത് മൈനസും ഉണ്ട്, പ്ലസും ഉണ്ട്. നമ്മൾക്ക് ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു പേജിലെ അക്ഷരങ്ങളെല്ലാം സൂം ചെയ്ത് വരുന്നതാണ്. മൈനസിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ പേജിലെ അക്ഷരങ്ങളും പിക്ചേഴ്സും ഒക്കെ നമ്മൾക്ക് ചെറുതായിട്ട് ഒരു കുഞ്ഞു പിക്ചറായിട്ട് അല്ലെങ്കിൽ കുഞ്ഞു അക്ഷരമായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മൾക്ക് ഇവിടെയുള്ള ഈ ഒരു മൈനസിന്റെ ഐക്കണും പ്ലസിന്റെ ഐക്കണും കൊണ്ടുള്ള ഉപയോഗം. ഇതിന്റെ ഡീഫോൾട്ട് എന്ന് പറയുന്നത് 100%. ഇതിന്റെ മാക്സിമം നമ്മൾക്ക് സൂം ചെയ്യുന്നത് 500% വരെയാണ്. ഇതിന്റെ ഏറ്റവും കുറവെന്ന് പറയുന്നത് 25%. അതാണ് ഏറ്റവും ചെറുത്. അതായത് ഇത് നമ്മൾക്ക് വായിക്കാൻ പറ്റത്തില്ല. നമ്മൾക്ക് വേണ്ടത് ഒരു കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 100, 150 ഒക്കെയാണ്. 100, 150 ഈ ഒരു സൈസിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് വായിക്കാൻ പറ്റും. പക്ഷേ സാധാ 100 ആണ് ഇടുന്നെങ്കിലും നമ്മൾക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചതാണ്. ഇനി നമ്മൾക്ക് അത് മാത്രമല്ല, നമ്മൾ ഇവിടെ വെച്ച് സൂം ചെയ്യുമ്പോൾ നമ്മൾക്ക് മുകളിൽ, അതായത് URL ടൈപ്പ് ചെയ്യുന്നതിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾക്ക് ഇവിടെ ഒരു ലെൻസിന്റെ ഐക്കൺ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഐക്കൺ നമ്മൾക്ക് ആ ഒരു ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കാം ഇത് എത്ര % ആണ് ഇപ്പോൾ സൂം ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ്. അതിന്റെ തൊട്ടിപ്പുറത്ത് കാണിക്കുന്നത് മൈനസും ഇതിന്റെ തൊട്ടിപ്പുറത്ത് കാണിക്കുന്നത് പ്ലസും ആണ്. ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ടെക്സ്റ്റിനെ മൊത്തം നമ്മൾക്ക് വലുതാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു മൈനസിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ടെക്സ്റ്റിനെ മൊത്തം നമ്മൾക്ക് സ്മോൾ ആക്കാൻ സാധിക്കുന്നതാണ്. 100%-ലോട്ട് കൊണ്ടുവരാനായിട്ട് റീസെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിന് ഒരു ഷോർട്ട് കട്ട് കീ കൂടിയുണ്ട്. ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്, സൂം ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് നമ്മളുടെ കീബോർഡിലെ കൺട്രോൾ കീയും പ്ലസും ആണ്. നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്താലും നമ്മളുടെ ഈ ഒരു വെബ്സൈറ്റിലെ ടെക്സ്റ്റ് എല്ലാം നല്ലതായിട്ട് തന്നെ സൂം ചെയ്ത് വരുന്നതാണ്. മൈനസ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലെ ടെക്സ്റ്റ് എല്ലാം ചെറുതായിട്ട് പോകുന്നതാണ്, അതായത് കുഞ്ഞു അക്ഷരങ്ങളാവും. ഇന്ന് നമ്മൾക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ള, അതായത് 100-ലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾക്ക് നമ്മളുടെ കീബോർഡിലെ കൺട്രോൾ കീയും 0 കൂടി പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾക്ക് ഇത് ഡീഫോൾട്ട് ആയിട്ടുള്ള 100%-ലോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾക്ക് ഓരോ പേജിനെയൊക്കെ നമ്മൾ സൂം ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് അത് മാത്രമല്ല, ഞാനിവിടെ ഒരു യൂട്യൂബ് ചാനലിലും നമ്മളുടെ രണ്ടാമത്തെ എക്സാമ്പിൾ കാണിക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ കാണിക്കുവാനായിട്ട് ഞാൻ യൂട്യൂബ് ചാനലാണ് എടുത്തിരിക്കുന്നത്. ഇതിനുശേഷം ഞാൻ നമ്മളുടെ കീബോർഡിലെ കൺട്രോൾ കീയും പ്ലസും ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഈ ഒരു വെബ്സൈറ്റിലെ ടെക്സ്റ്റ് ഒക്കെ ഇപ്പോൾ വളരെ വലിയൊരു ടെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു രീതിയുടെ ഉപയോഗം. ഇനി നമ്മൾക്ക് മുകളിലുള്ളതിൽ നിന്ന് മൈനസ് ചെയ്യാൻ സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കീബോർഡിലെ കൺട്രോൾ കീയും മൈനസും പ്രസ് ചെയ്താൽ മതി. ചെറിയ അക്ഷരമായിട്ട് നമ്മൾക്ക് വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ചെറുതാക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഇതായിരുന്നു നമ്മളുടെ രണ്ടാമത്തെ എക്സാമ്പിൾ. ഒന്നാമത്തെ എക്സാമ്പിൾ ഈ ഒരു വിക്കിപീഡിയ, രണ്ടാമത്തെ എക്സാമ്പിൾ ഈ ഒരു ബി ഹാപ്പി ആൽഫിൻ ദ ടെക് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഇതിലൂടെ ഒരു പേജ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിനെ സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിലെ ടെക്സ്റ്റ് ഒക്കെ സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. See you in the next video. It's me, Alfin, signing out. Goodbye.